ശബരിമല സന്നിധാനത്ത് ഓരോ ചടങ്ങുകളായിട്ട് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളത്തെ മകരസംക്രമ പൂജയാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ശബരിമല സന്നിധാനത്ത് എത്തിയിരിക്കുന്ന ജനം എത്രയാണെന്നുള്ളത്. 2 ദിവസമായിട്ട് സാധാരണഗതിയിൽ തന്നെ ശബരിമല സന്നിധാനത്ത് മകരവിളക്കിന് ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തരൊന്നും പൊതുവെ പോകാറില്ല. മകരവിളക്ക് കണ്ടതിന് ശേഷം ഇറങ്ങാൻ തീരുമാനിക്കുന്ന കുറേ പേരുണ്ട്. അവരൊന്നും കുറച്ചു പേരൊക്കെയാണ് പുതിയതായിട്ട് വരുന്നത്. വർഷങ്ങളായി അതൊരു പരമ്പരയായി തുടരുന്ന ആൾക്കാരാണ്. ഒരു ഗുരുസ്വാമി പണ്ട് തുടങ്ങി വെച്ചതായിരിക്കും. അവരുടെ പിന്മുറക്കാരായ ഗുരുസ്വാമിമാരൊക്കെ അവരുടെ കൂടെ വരുന്ന ആൾക്കാരെ ഇങ്ങനെ പർണശാല കെട്ടി ശബരിമല സന്നിധാനത്ത് ഇങ്ങനെ ഭജനയൊക്കെ പാടി ഇരിക്കുന്നതാണ് പതിവ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ എത്രമാത്രം ആൾക്കാരാണ് ഇനിയിപ്പോൾ ഇന്നും നാളെയുമായിട്ട് മല കയറും അയ്യപ്പ ഭക്തർ. അപ്പോൾ എത്ര ജനങ്ങൾ ഇവിടെ ഈ ശബരിമല സന്നിധാനത്തുണ്ട്? അതിനുമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയായിരിക്കും കാണാൻ സാധിക്കും? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ADGP ഇവിടുത്തെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള ശ്രീ അടക്കമുള്ള ആൾക്കാർ ഇന്നലെ അദ്ദേഹത്തോട് സംസാരിച്ചല്ലോ. പല ആൾക്കാരെ അടക്കമുള്ളവരുണ്ട്. ഇത് ഉൾക്കൊള്ളാവുന്ന പരമാവധി ആൾക്കാരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാലൊന്നും പറയാൻ സാധിക്കില്ല. ഇവിടെ പരമാവധി ആൾക്കാർ വന്ന് തമ്പടിക്കുക. ഇനിയിപ്പം നിയന്ത്രിക്കാതെ ഒരു രക്ഷയില്ല. ഇന്ന് 35,000 പേരാണ്. മറ്റുള്ളത് അടുത്ത ദിവസം 30,000 പേരാണ് മകരവിളക്ക് ദിവസം. പരമാവധി ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങില്ല. ജനങ്ങൾ പോലീസ് അയ്യപ്പന്മാർ പറഞ്ഞാൽ പോലും ഇവിടെ നിന്ന് ഇറങ്ങില്ല. കാര്യം അവർക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കാണണം, മകരവിളക്ക് കാണണം. പക്ഷേ ഇത്തവണയുള്ളൊരു പ്രത്യേകത, ഇത്തവണ ഇരുമുടിയില്ലാത്ത ആൾക്കാരെ രണ്ടാമത് കയറ്റേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യ ഒരു പറ്റം ആൾക്കാർക്ക് നമ്മുടെ കൊപ്രാക്കളത്തിന് സമീപത്തുള്ള പാതയിലൂടെ നേരെ താഴേക്ക് പോകാം. അല്ലാത്തവർക്ക് നമ്മുടെ അന്നദാനത്തിൻ്റെ അതിലേക്കൂടെയുള്ള വേലിപ്പാലം വഴി താഴേക്ക് പോകാം. ഇരുമുടിയില്ലാത്ത ആൾക്കാരെ മുകളിലേക്ക് കയറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുൽമേട് വഴി 1500 പേർക്ക് മാത്രമാണ് ഒരു ദർശനത്തിന് ടോക്കൺ കൊടുക്കുക. പക്ഷെ അത് എത്രത്തോളം പരമാവധി ആൾക്കാരെ എത്താൻ സാധിക്കുന്നതാണ്. ഇപ്പൊ സാധാരണഗതിയിൽ തന്നെ ശബരിമലയിൽ മകരവിളക്കിന്റെ സമയത്ത് ഒരു 1.5-2 ലക്ഷം പേര് സന്നിധാനത്തുണ്ടാകും. കാരണം നമുക്ക് കാണാം ഈ പാണ്ടിത്താവളത്തിന് മുകളിലേക്കുള്ള സ്റ്റെപ്പ്, പാണ്ടിത്താവളമാണ് ഈ മകരവിളക്ക് കാണാൻ പറ്റുന്നത്. കുറെ സ്പോട്ടുകളുണ്ട്. അതിൽ സന്നിധാനത്ത് ഈ കൊടിമരത്തിന്റെ തെക്കുവശം അതുപോലെ തന്നെ ഈ ഫ്ലൈ ഓവറിന്റെ മുകളിൽ പിന്നീടുള്ളത് പാണ്ടിത്താവളത്താണ്. അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ മുഴുവൻ പാണ്ടിത്താവളത്തും അതിന്റെ താഴ്ഭാഗത്തുള്ള വനപ്രദേശത്തുമായിട്ട് ഈ പർണശാലകൾ കെട്ടി കാത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഇന്നലെ കണ്ട കാഴ്ച എന്താണ്? കുഞ്ഞുങ്ങൾ, വൃദ്ധരായ അതെ, കുഞ്ഞു മാളികപ്പുറത്തിന്റെ ശരണംവിളി ഇതുവരെ ചെവിയിൽ നിന്ന് പോകുന്നില്ല. ശരണം വിളിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം കരുതിയത് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് മാത്രം. പിന്നങ്ങ് ശരണം വിളിച്ചു തുടങ്ങിയിട്ട് എന്തൊരു ആവേശമായിരുന്നു. അത് ശരിക്കും ഈ അയ്യപ്പ ഭക്തർ ഒരിക്കലെങ്കിലും മകരവിളക്കിന്റെ തലേ ദിവസങ്ങളിൽ സന്നിധാനത്ത് വന്ന് ഈ പൂങ്കാവനത്തിൽ പർണശാലകളിൽ കെട്ടി അവിടെ ഒന്നിൽ അത് കണ്ട് അനുഭവിച്ചു പോകണം. അതല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും പർണശാല കെട്ടി അവിടെ അങ്ങനെ ഒന്ന് കഴിഞ്ഞു നോക്കണം. കാരണം ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മളല്ലാതായി മാറി നമ്മൾ ഈ പ്രകൃതിയിൽ ലയിക്കുന്ന ഒരു സമയമാണ്. കാരണം വെറും മണ്ണിൽ കിടന്നുറങ്ങുക, അവിടെ ഭക്ഷണം കഴിക്കുക, അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭജന ചൊല്ലി ഈശ്വരനിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് നെയ്യഭിഷേകം ചെയ്ത് നമ്മൾ ഭഗവാനിൽ ലയിക്കുകയാണെന്ന്. ഇത് പാട്ടുകൾ കൊണ്ട് ഭഗവാന്റെ ഭജന കൊണ്ട് അങ്ങ് ഭഗവാനിൽ ലയിക്കുകയാണ്. അതായത് ഇവർ ഈ നടന്നു വന്ന് ക്ഷീണിച്ച് പിന്നെ അയ്യപ്പനെ കണ്ട ശേഷം ഇത്രയും മനസ്സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരു രാത്രി ഉണ്ടെങ്കിൽ അവർ മണ്ണിലായിരിക്കും കിടക്കുന്നത്. അവരല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പിലായിരിക്കും. തൊട്ടടുത്തൂടെ ഈ പന്നികളും മറ്റുള്ള ജീവികളൊക്കെ തന്നെ പോകുന്നുണ്ടാവും. പക്ഷെ ഇത്രയും നോക്കിയപ്പോൾ മനസ്സമാധാനമായി കിടന്നുറങ്ങുന്ന ആൾക്കാർ. മഹാബാഹുവാണ് അയ്യപ്പസ്വാമി. അവരിവിടെ കിടന്നാലും ഈ അകത്തിരിക്കുന്ന അയ്യപ്പസ്വാമി 2 കൈകളിൽ ചേർത്ത് അവരെ കെട്ടിപ്പിടിച്ച് കുളിരിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പോൾ